ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഏജിസ് ഗ്രിഡ് ബോട്ട് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നലെ മേക്ക് ചെയ്ത പ്രോഫിറ്റ് വിഡ്രോ ചെയ്തിട്ട് പുതിയ ഫ്രഷ് ആയിട്ട് തന്നെ പുതിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ട്രേഡിംഗ് കൊടുത്തു, അതേപോലെ ഗ്രിഡ് സ്റ്റാർട്ടും കൊടുത്തു. ട്രേഡിംഗ് സ്റ്റാർട്ടായി. നിലവിലത്തെ വോളിയം അത്യാവശ്യം കുഴപ്പമില്ല, 1-ന് മുകളിൽ കാണുന്നുണ്ട്. ഞാൻ മാർക്കറ്റിൽ വന്ന ടൈമിൽ 0.8 ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വോളിയം വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്ന് നോക്കാം. വോളിയം 1-ന് അടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റേ ഈ സമയത്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ കുറേ അധികം നേരം ഹോൾഡ് ചെയ്യുന്നില്ല, കാരണം വോളിയം വളരെയധികം കുറവായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1.5-ന് മുകളിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് മൂവ്മെൻറ്റ് വലുതായിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മൾ ട്രേഡിംഗ് നോക്കുകയാണ്, എങ്ങനെ വർക്ക് ചെയ്യും, നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡ്രോ ഡൗൺ കൂടാനും അതേപോലുള്ള പ്രോഫിറ്റ് കുറേ സമയം എടുക്കുമല്ലോ, പ്രോഫിറ്റ് മേക്ക് ചെയ്ത് വരാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഇതൊരു വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് അല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ട്രെൻഡ് ബെയറിഷ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഈ ഒരു EMA ലൈനുമായിട്ട് അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിലും വളരെയധികം വിക്കുകളുള്ള ക്യാൻഡിൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ചെറിയൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് കാണുന്നുണ്ടായിരുന്നു. $1.2 ആണ് ഇപ്പോൾ വോളറ്റിലിറ്റി കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ $36 പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല, കാരണം നമുക്കിവിടെ ഇക്വിറ്റി കുറവാണ്. $963 നിൽക്കുകയാണ്. നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള $1000 നിന്നും ചെറുതാണിത്. അപ്പോൾ നമ്മൾ ഏകദേശം $50 ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട് ബാലൻസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട്. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് ഗ്രിഡ് ക്ലോസ് കൊടുക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഗ്രിഡ് ഫുൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇക്വിറ്റി മേലിലോട്ട് കയറി വരുന്നുണ്ട്. ഇക്വിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് $160 ആയിട്ടുണ്ട്. ഈ $60 തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഒരു $20 മേളിൽ വന്നു കഴിഞ്ഞാലായിരിക്കും ഞാൻ സെല് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഏകദേശം $24 വന്നിട്ടുണ്ട്, $32 വന്നിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് സെല് ചെയ്യാൻ നോക്കുകയാണ്. മാർക്കറ്റ് പെട്ടെന്നാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോഴത്തെ ഇക്വിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 14 ട്രേഡ്സാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഞാൻ എമർജൻസി ക്ലോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഡ്രോ ഡൗണും കാര്യങ്ങളും ഇത്രയും അധികം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ പോലത്തെ ഒരു ഫേസിൽ നിൽക്കുന്നത് കൊണ്ടാണ്. മാർക്കറ്റ് ട്രെൻഡ് ഓവറോൾ ബെയറിഷ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കൺസോളിഡേഷൻ പോലെയാണ് നിൽക്കുന്നത്. ട്രെൻഡ് ഓവറോൾ ബെയറിഷ് ആണ്. പക്ഷെ ഓക്കെ, നമുക്ക് നോക്കാം.
ഞാനൊരു $380 ലോസ് വരലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. പിറ്റേന്ന് മേക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരിക്കും ഞാനത് ചെയ്യുന്നത്. ഇക്വിറ്റി ഇൻക്രീസ് ആയി വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ട്രേഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ബാലൻസ് $73 ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഗ്രിഡ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രിഡ് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രേഡിംഗ് എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യാണ് ഫുൾ പൊസിഷൻസ്. ഓക്കെ, എൻ്റെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ $51 പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു പ്രോഫിറ്റ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഡ്രോ ഡൗൺ കൂടുതലായിരുന്നു. ഏകദേശം $204 ഡ്രോ ഡൗണിൽ വന്നു. കാരണം മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അത്ര തന്നെയാണ്, ഒരു വലിയൊരു ഡ്രോ ഡൗൺ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഓക്കെ, കാരണം ഈ ഒരു പ്രൈസ് EMA-യുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രൈസ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ EMA-ആയിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോ ഡൗൺ കുറഞ്ഞതിന് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം വൺ ഡയറക്ഷനിലോട്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു സമയങ്ങളിലും വൺ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷേ EMA-ആയിട്ട് ഒന്ന് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ആ ഒരു ഡ്രോ ഡൗൺ വരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ സേഫായിട്ട് തന്നെ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പായി. ഇനി നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ട്രേഡിംഗ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രേഡിംഗ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ. അതേപോലെ ഗ്രിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആൽഗോയും വന്നിട്ട് ഇവിടെ ടെർമിനൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിനെ ട്രേഡ് എടുക്കാൻ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ ഇതേപോലെ ടെർമിനലിൽ വന്നതിന് ശേഷം ഇതെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് കംപ്ലീറ്റ് ആവാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. ഇവിടെ കാണാൻ പറ്റും, അപ് ടൈം കാണാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് $51.